മഞ്ജു, ഇതാരാ? ഓ, നിങ്ങൾക്കറിയില്ലേ മേഘേട്ടനെ? ഇതുവരെ ആളെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെന്തിനാ ആരാന്ന് ചോദിക്കുന്നത്? മഞ്ജുവും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താന്നാ ചോദിച്ചേ? അത് കൊള്ളാം. എന്റെ മുറച്ചെറുക്കനും ഞാനും തമ്മിൽ എന്താ ബന്ധമെന്നോ? എന്റെ കഴുത്തിൽ നാളെ താലി കെട്ടാൻ പോകുന്ന ആളാ എന്റെ അമ്മാവന്റെ മോൻ. അത് ഇയാളാണോ? എന്താ, ആളെ പിടിച്ചില്ലേ? എന്താ നിങ്ങളൊന്നും പറയാതെ പോകുന്നത്? എനിക്ക് പറയാനുള്ളത് നിന്നോടല്ല, നിന്റെ ഏട്ടനോടാ. ഇയാൾ എന്താ ഇവിടേക്ക് വരാത്തത്? കല്യാണത്തിന്റെ അന്ന് പോലും ഇയാളെ ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങളെപ്പോലെ ഒരുത്തിക്ക് മുഖം തരാൻ മേഘേട്ടന് ചിലപ്പം താല്പര്യമില്ലായിരുന്നു കാണും. അല്ലെങ്കിൽ തന്നെ ആളിന് നിങ്ങളെ പറ്റി നല്ല അഭിപ്രായമൊന്നുമില്ല. എന്നെ പറ്റി എന്താ അയാള് പറഞ്ഞത്? അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. എന്റെ മേഘേട്ടൻ നല്ലവനാ, സത്യം മാത്രം പറയുന്ന ആളാ. എനിക്കങ്ങനെ തോന്നില്ല. കണ്ണേട്ടാ, ഇന്ന് അയാളെ ഞാൻ കണ്ടത്. അയാളെ, ആ മേഘനാഥനെ. ഓ, പറഞ്ഞ പോലെ അവന്റെ വീട്ടിൽ പോയപ്പോഴും അവനെ കണ്ടില്ലായിരുന്നല്ലോ അല്ലേ? അയാൾ എനിക്ക് മനഃപൂർവ്വം മുഖം തരാതിരുന്നതാ. ആ, മുഖം തന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അവനെ കാണുമ്പോ അവന്റെ മുഖം നിറയെ ഷേവിംഗ് ക്രീം ആയിരുന്നു. അതുകൊണ്ടാ എനിക്ക് അയാളെ തിരിച്ചറിയാൻ പറ്റാതെ പോയത്. നല്ല താടിയുള്ളവനാ. പിന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഷേവിംഗ് ക്രീം മുഖത്ത് പുരട്ടിയവൻ താടി എടുത്തില്ല. അതേപ്പറ്റി ചോദിച്ചപ്പോ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിരുന്നു എന്നാ പറഞ്ഞത്. എന്നാ അതല്ല സത്യം. അന്നൊരുത്തൻ നമ്മുടെ മുറിക്കകത്ത് രാത്രി കയറിയില്ലേ? അവനും ഞാനും തമ്മിൽ ഒരു പരിചയമില്ല. അതുകൊണ്ടാ അവനെ കടത്തിവിട്ടത് വേറൊരാളാണെന്ന് ഞാൻ പറഞ്ഞത്. അതിവനാ, ആ മേഘനാഥൻ. താൻ എന്തൊക്കെയാ മഹി പറയുന്നേ? സത്യമാണ് കണ്ണേട്ടാ. അവൻ എന്നോട് വല്ലാത്തൊരു പ്രേമമായിരുന്നു. അന്നെന്നെ വഴിവക്കിൽ വെച്ച് കണ്ടപ്പോ അവൻ എന്റെ കൈ കയറി പിടിച്ചു. അന്ന് അവന്റെ കൂട്ടുകാര് കാണുകയാ ഞാൻ അവന്റെ കരണത്തടിച്ചത്. അത് ശരി. അപ്പോ അങ്ങനൊരു സംഭവം ഉണ്ടായോ? ഉണ്ടായി. അതുകൊണ്ട് ഞാൻ തറപ്പിച്ച് പറയാ, മഞ്ജുവിന് പറ്റിയൊരു പയ്യനല്ല മേഘനാഥൻ. അവൻ മുറച്ചെറുക്കനാണെങ്കിൽ കൂടി അവളെ അവനിൽ നിന്ന് രക്ഷിക്കാ വേണ്ടത്. താൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എനിക്ക് രണ്ടാമൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ നമുക്ക് അങ്ങോട്ട് പുറപ്പെടാം, അമ്മാവന്റെ വീട്ടിലോട്ട്. എന്നിട്ട് ഈ കല്യാണം വേണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഇനി അവൻ കമ്പനിയിൽ കയറണ്ടെന്ന്. അവന്റെ ജോലിയൊന്നും കളയണമെന്ന് ഞാൻ പറയില്ല കണ്ണേട്ടാ. കളയണം. വിശ്വസിക്കാൻ കൊള്ളാത്തവനെയൊന്നും കൂടെ കൂട്ടരുത് മഹി. അവന് കുറച്ച് തരികട പരിപാടികളൊക്കെ ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയിട്ടുള്ളതാ. എന്റെ മുമ്പിൽ മാന്യനായിട്ടാ നിൽപ്പ്. തല ചൊറിഞ്ഞു നിന്നുകൊണ്ട് പല കാര്യങ്ങളും സാധിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇനി അതൊന്നും തുടരാൻ പാടില്ല. ഞാൻ മഞ്ജുവിനോട് കാര്യം പറഞ്ഞു. അത് എത്രത്തോളം അവള് വിശ്വസിച്ചിട്ടുണ്ടെന്നറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ കല്യാണം കഴിഞ്ഞ ശേഷം അവൻ ഈ വീട്ടിലോട്ട് കയറിയിട്ടില്ല, തന്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല. അതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാ. അത് മനസ്സിലാക്കാൻ ഇനി മറ്റൊരാളുടെ സഹായങ്ങളൊന്നും എനിക്ക് വേണ്ട. താൻ നടക്ക്, ഇപ്പൊ തന്നെ അവിടെ എത്തണം. വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. വഴക്കൊന്നുമില്ല, കാര്യങ്ങൾ പറയാനാ പോകുന്നത്. വാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.